1913 ക്രിസ്മസിന് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെ ബ്ലാക്ക്പൂൾ എന്ന സ്ഥലത്ത് ഒരു പേയിങ് ഗസ്റ്റ് സ്ഥാപനത്തിൽ നവദമ്പതികളായ ജോ സ്മിത്തും ഭാര്യ ആലീസും വാടകയ്ക്ക് താമസിക്കാൻ എത്തി. ആ കെട്ടിടത്തിന്റെ ഉടമ ജോസഫ് ക്ലോസി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മാർഗരറ്റിന് പുതിയ താമസക്കാരെ വലിയ ഇഷ്ടമായിരുന്നു. ജോ സ്മിത്ത് ഒരു അഹങ്കാരി നിഷ്കർഷണം ആണെന്ന് മാർഗരറ്റിന് ആദ്യം തന്നെ തോന്നിയിരുന്നു. പോരാത്തതിന് തന്റെ ഭാര്യയോട് അയാൾക്ക് വളരെ പുച്ഛമായിരുന്നു. ഡിസംബർ 12 വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് തനിക്ക് കുളിക്കണമെന്ന് ആലീസ് സ്മിത്ത് പറയുകയാണ്. ആലീസ് കുളിക്കുമ്പോൾ ജോസഫും ഭാര്യ മാർഗരറ്റും രാത്രി ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. പെട്ടെന്ന് അടുക്കളയുടെ സീലിംഗിൽ വെള്ളം പടരുന്നത് അവർ ശ്രദ്ധിച്ചു. ആ സമയത്ത് കയ്യിലൊരു കടലാസ് സഞ്ചിയുമായി സ്മിത്ത് കടന്നു വരുന്നു. നാളെ രാവിലത്തെ ഭക്ഷണത്തിനായി മുട്ട വാങ്ങാൻ പുറത്തു പോയതാണെന്ന് സ്മിത്ത് അവരോട് പറയുന്നു. പിന്നീട് സ്മിത്ത് മുകളിലേക്ക് പോയി. കുറച്ചു സമയത്തിന് ശേഷം ഓടി സ്റ്റെയർകേസിൽ വന്ന് ഡോക്ടറെ വിളിക്കുമെന്ന് സ്മിത്ത് അലറി വിളിക്കുകയാണ്. ഡോക്ടർ എത്തിയപ്പോൾ ആലി സ്മിത്തിനെ ബാത്തബിൽ മരിച്ച നിലയിലാണ് കണ്ടത്. ഈ സംഭവത്തിന് ശേഷം മാർഗരറ്റ് വളരെ അസ്വസ്ഥയായിരുന്നു. ആ ദിവസം സ്മിത്തിനെ അയൽവാസിയുടെ വീട്ടിൽ താമസിക്കാൻ അവർ ഏർപ്പാടാക്കുകയാണ്. പോലീസ് വേഗം ഇൻക്വസ്റ്റ് നടത്തുകയും ആലീസ് കുളിക്കുന്നതിനിടെ മുങ്ങി മരിച്ചതാണെന്ന് റിപ്പോർട്ട് എഴുതുകയും ചെയ്തു. ആലീസിന് 600 പൗണ്ടിൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ നിരക്കിൽ 72 ലക്ഷം ഇന്ത്യൻ രൂപ. അത് കിട്ടുമെങ്കിലും വളരെ ലളിതമായാണ് ആ ശവസംസ്കാരം സ്മിത്ത് നടത്തിയത്. വളരെ താമസിക്കാതെ സ്മിത്തിനെ ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്താക്കാൻ അവർ തീരുമാനമെടുക്കുകയാണ്. സ്മിത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മാർഗരറ്റ് അയാളെ ക്രീപ്പൻ എന്ന് വിശേഷിപ്പിച്ചു. ക്രീപ്പൻ എന്നാൽ സ്വന്തം ഭാര്യയെ കൊന്ന ഒരു കുപ്രസിദ്ധനായ ഒരു ഡോക്ടറായിരുന്നു. അവസാനം അയാളെ തൂക്കിക്കൊല്ലുകയായിരുന്നു. കുറച്ച് നാളുകൾ കടന്നുപോയി. ഏകദേശം 1 വർഷത്തിന് ശേഷം ജോസഫ് ക്ലോസി അന്നത്തെ പത്രം വായിക്കുമ്പോൾ ഒരു വാർത്ത കണ്ടു. അതിൻ്റെ തലക്കെട്ട് ഈ പ്രകാരമായിരുന്നു: ഹണിമൂൺ നാളിൽ വധുവിൻ്റെ ദാരുണമായ വിധി. നോർത്ത് ലണ്ടനിലെ ഹൈഗേറ്റ് എന്ന സ്ഥലത്ത് ഹണിമൂൺ ആഘോഷിക്കൊണ്ടിരുന്ന ജോൺ ലോയ്ഡ് എന്ന ആളുടെ ഭാര്യ മാർഗരറ്റ് എങ്ങനെയാണ് കുളിമുറിയിൽ മരിച്ചത് എന്നത് കണ്ടെത്തിയതായിരുന്നു വാർത്തയുടെ ചുരുക്കം. ഈ കേസിലെ വധുവിൻ്റെ ഭർത്താവ് പുറത്ത് തക്കാളി വാങ്ങാൻ പോയപ്പോഴാണ് ഭാര്യ കുളിമുറിയിലെ ബാത്തബിൽ മുങ്ങി മരിച്ചത്. തക്കാളി വാങ്ങാൻ പോയ കാര്യം വധുവിൻ്റെ ഭർത്താവ് വീട്ടുടമസ്ഥരോട് പറയുകയും ചെയ്തു. തൻ്റെ ഭവനത്തിൽ 1913 ഡിസംബറിൽ നടന്ന മരണവുമായുള്ള സാമ്യം ജോസഫ് ക്ലോസിയിൽ പെട്ടെന്ന് സംശയമുളവാക്കുകയാണ്. അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം കാണിച്ച് മെട്രോപൊളിറ്റൻ പോലീസിൽ കത്തെഴുതി. പോലീസിന് ഈ കഥയിൽ കാമ്പുണ്ടെന്ന് തോന്നി. അവർ പെട്ടെന്ന് തന്നെ അന്വേഷണം ആരംഭിക്കുകയാണ്. ഡിറ്റക്റ്റീവായ ആദർ നീലിനായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണ ചുമതല. ജോസഫ് ക്ലോസിയെ പോലെ തന്നെ നീലിനും 2 കേസുകളും തമ്മിൽ ബന്ധമുണ്ടെന്നും 2 കേസിലെയും ഭർത്താവ് ഒരാളാണെന്നും ഉറപ്പുണ്ടായിരുന്നു. അടുത്ത ദിവസം നീൽ മാർഗരറ്റ് ലോയ്ഡ് മരിച്ചു കിടന്ന കെട്ടിടത്തിലേക്ക് പോവുകയാണ്. ഇത്ര ചെറിയ ബാത്തബിൽ മാർഗരറ്റ് എങ്ങനെ മുങ്ങി മരിച്ചു എന്ന നീലിനെ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. തുടർന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറിനെ നീൽ നേരിൽ കാണുന്നു. ഇടതു കൈ മുട്ടിനു മുകളിൽ ഒരു ചെറിയ ചതവൊഴിച്ച് മറ്റു പരിക്കുകളൊന്നും മാർഗരറ്റിന് ഉണ്ടായിരുന്നില്ല എന്ന് ഡോക്ടർ ഉറപ്പു പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി നീലിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. മാർഗരറ്റ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഭർത്താവ് ജോൺ ലോയ്ഡിനെ തൻ്റെ എല്ലാ സ്വത്തിനും അവകാശിയാക്കി വിൽപത്രം തയ്യാറാക്കിയിരുന്നു. അതുമാത്രമല്ല, അന്നേ ദിവസം തൻ്റെ എല്ലാ സമ്പാദ്യവും മാർഗരറ്റ് പിൻവലിച്ചിരുന്നു. ജനുവരി 12-ന് പ്രതീക്ഷിക്കാത്ത ഒരു കോൾ നീലിന് വരികയാണ്. അത് മാർഗരറ്റിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയ ഡോക്ടറായിരുന്നു. യോർക്ക്ഷയർ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മാർഗരറ്റിൻ്റെ മരണകാരണം ഡോക്ടറോട് അന്വേഷിച്ചു എന്ന് പറയാനാണ് ഡോക്ടർ വിളിച്ചത്. 700 പൗണ്ടിൻ്റെ ഇൻഷുറൻസ് ആയിരുന്നു മാർഗരറ്റ് എടുത്തിരുന്നത്. അതിൻ്റെ അവകാശി ജോണും. തുക ഏതാണ്ട് ഇന്നത്തെ 85 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യം. മറുപടി നൽകുന്നത് വൈകിപ്പിക്കാൻ നീൽ ഡോക്ടറോട് ആവശ്യപ്പെടുകയാണ്. Uh-oh.